അപ്പൊ ഇന്ന് നമ്മളെ ഗോവത്തെ ലാസ്റ്റ് ഡേ ആണ്. നമ്മളെല്ലാരും പോവാൻ നിക്കാണ്. കണ്ടോ ഗൈസ്, ഒരുത്തരം 10 ലിറ്റർ വാങ്ങിയതാണ്. 10 ലിറ്റർ വെള്ളം വാങ്ങിയിട്ട് ഇപ്പൊ ചെറിയ ചെറിയ കുപ്പിയിൽ ഇതാക്കാണ്. ലാഭം അതാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വാങ്ങിയതാണ്. അപ്പൊ അത് ഏറ്റി നടക്കാൻ പോയി. ഏറ്റി നടക്കാൻ 120 120 ആ കടല 10 ഇന്നലെ അവിടെ ചോദിച്ചാ. 100 വാങ്ങി പറ്റിച്ച. എന്താണെങ്കിലും ഇത് എന്നിട്ട് ഇപ്പൊ ചെറിയ ചെറിയ കുപ്പിയില് മാറ്റാണ്. കാരണം പോകുമ്പോ നമുക്ക് ഇത് എടുക്കാൻ വയ്ക്കൂല. ലാഭം നോക്കി വാങ്ങിയതാണ് ആള്. പിന്നെ ഒരു കുപ്പി കൂടി വേണോ? അങ്ങനെ പിടിച്ചു പോവാ. ഡ്രസ്സൊക്കെ ഇനി പാക്ക് ചെയ്യാണ്ട് അങ്ങനെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് ഇതാണ് ഞങ്ങളെ ഫൈനൽ ലുക്ക്. അപ്പൊ ഇത് നമ്മള് പോവാണ്. ഇപ്പൊ റൂമിൽ പോവാൻ. അപ്പൊ ഓക്കെ ഗൈസ്, ഇനിയിപ്പോ അവിടുന്ന് കാണാം. നല്ലൊരു ട്രിപ്പ് ആയിരുന്നു. കൊറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അങ്ങനെ ഗോവൻ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ശിവ ഇതൊക്കെ എടുത്തോ. ഇതൊക്കെയല്ലേ ലൈഫ്. രാവിലെ തുടങ്ങും ഗൈസ്. നെയിം ഇരിക്കണോ അവിടെ? ഗൈസ് അങ്ങനെ ഗോവയിൽ ഞങ്ങൾ വിട വാങ്ങുകയാണ്. ഗൈസ് ഇങ്ങനെ ട്രിപ്പ് വരുന്ന കേട്ടോ ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഈച്ച് ആൻഡ് എവരി ആൾക്കാരെ മീറ്റ് ചെയ്യാ. എല്ലാം നമ്മള് ടൂർ വരുന്നതിനെക്കാട്ടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുമ്പോഴല്ലേ? നെയ്മറിന്റെ അഭിപ്രായം നമുക്ക് എല്ലാരും മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലോക്കൽസിനെ ആണെങ്കിലും നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും മൊത്തം നമ്മളൊരു സ്റ്റേറ്റ് എടുത്താൽ മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഒക്കെ നന്നായി. എന്തായാലും അൽഹംദുലില്ലാ വൃത്തിക്ക് നടന്നു. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കുമെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം നമുക്ക് ക്യാഷുവിൻ്റെ ആൾക്കാരെ കിട്ടില്ല, അതൊരു പ്രോബ്ലമാണ്. വിചാരിച്ച പോലെ പിന്നെ നമ്മളെല്ലാം വിചാരിക്കണ പോലെ തന്നെ നടക്കുകയാണെങ്കിൽ അതിലൊരു ത്രില്ലില്ലല്ലോ. അതായത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. റിസൾട്ടൊക്കെ അതിൻ്റെ ബേക്കിൽ ഇങ്ങനെ വന്നോളൂ. അങ്ങനെ നമുക്ക് ഫുഡ് കിട്ടി. ഇവിടെ ഭയങ്കര റേറ്റ് ആണ്. റെയിൽവേ സ്റ്റേഷൻ അടുത്ത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 100 രൂപയ്ക്ക് ബിരിയാണി ഉണ്ട്. ഹമാര ബിരിയാണിയെ എച്ചാവാല പുതിയ ഹോട്ടലാണെന്ന് പറഞ്ഞേ. ഇന്ത്യൻ ബിരിയാണി റെസ്റ്റോറന്റ്. എങ്ങനെയുണ്ട് നീ? തിന്നൂടെ? പുതിയല്ലോ ബിരിയാണി ഉണ്ടാക്കിയത്ര എക്സ്പേർട്ട് ആയിക്കൂല. കപ്സിന്റെ ഒരു സ്മെല്ല് ഇവിടെ വരും. ഇന്ത്യൻ ബിരിയാണിയാ? മലബാറിന്റെ ഇന്ത്യൻ ബിരിയാണിയാ? സ്പൈസസ് ആണോ? ഫുഡ് ആയിക്കട്ടെ. ടിക്കറ്റ് ഒക്കെ എടുത്ത് 706 രൂപ. ഇങ്ങോട്ട് വരുമ്പോ 606 ആയിരുന്നു. അങ്ങോട്ട് പോകുമ്പോ 706 ചാർജ് കൂടിയിരിക്കും. 660ഉം 706ഉം. ഇനിയിപ്പോ അപ്പുറത്തേക്ക് പോകണോ? നല്ല വെയിലാണ്. ഫുഡ് കഴിച്ച് നല്ല ഫുഡ് ചെയ്യുന്നു കേട്ടോ. അവിടെ ബാക്കി എടുക്കാൻ പറ്റില്ല. അപ്പൊ പീനട്ട് ബട്ടറാണ് തിന്നത്, വേറെ ഒന്നും ഇല്ലായിട്ട്. ഇറങ്ങി അങ്ങനെ तुम किधर है? अच्छा वो
പല മാത്രം സോന കിतना सोना है विमल अच्छा वाला प्लेस है അങ്ങനെ നമ്മള് മംഗലാപുരം എത്തി ഗൈസ്. ഇനി കൊണ്ട് ഒരു 2-2:30 ആകുമ്പോഴത്തേന് നമ്മള് ഇവിടെ എത്തുന്ന പറയണേ. ഇത്ര നേരം ഫുള്ള് ആൾക്കാരായിരുന്നു, ഇപ്പോഴാണ് ഒന്ന് കുറഞ്ഞ് ഓരോരുത്തർ കിടന്നുറങ്ങണത് ഗൈസ്. അയാളൊക്കെ കിടക്കണം ഓരോരുത്തർ ഗൈസ്, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് അത് നടക്കൂട്ടോ ഇവിടെ കേട്ടാ. അതിന് പക്ഷെ കുറച്ച് സാധനം വേണം അതിന് കെട്ടണമെങ്കിൽ. വെള്ളത്തിന് അയക്കുന്നത് അടുത്ത് വെള്ളം ഉണ്ടാവും. രാവിലെ കുടിപ്പിച്ചേ അല്ല എന്താ കേരളത്തിലെത്തി നമ്മള്. അപ്പൊ ഓക്കെ ഇനിയിപ്പോ ഒരു ഉറക്കം കുറങ്ങി. അയാള് കിടക്കണമെങ്കിൽ അയാള് കിടപ്പുണ്ട് കേട്ടോ. സ്ഥലം അങ്ങനെ മനുഷ്യന്മാർക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. ആരാ പറയണേ? ഞാനുറങ്ങും. എനിക്കൊന്നും എടുക്കൂല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അവിടുന്ന് കാണാം. ബൈ. നല്ല ഉറക്കാണ്, കണ്ടാണ്ട് ഇറങ്ങാനും കയറാനും ഒന്നും പറ്റില്ല. ഫുൾ ഫിറ്റ് ആണ്. भाई भाई थोड़ा अंदर जाओ भाई. इसको उठाओ. वो स्टेशन आ गया. अर्जुन बोल नहीं का क्या या भाई थोड़ा 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 हाँ सेफ्टी ട്രോൾ ചെയ്തോ? ഇറങ്ങാൻ പറ്റില്ല. വായുമാര് നിലത്ത് ചാടി കയറണ വായുമാര്. അയ്യ ഇന്നിറങ്ങണ്ടേ? ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രികൾ കൃപയാ ധ്യാൻ ദേ ഗാഡി സംഖ്യ 1 2 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി തിരിച്ച്. അങ്ങനെ ഗോവൻ ചാപ്റ്റർ ഏകദേശം അവസാനിച്ചു. ഇനിയിപ്പോ ഒന്നെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ നേരെ ഇവിടുന്ന് കോഴിക്കോട് വയനാട്ടിലേക്ക് ബസ് കയറണം. കയ്യിൽ ലിക്വിഡൊന്നും ഇല്ല. ഇനിയിപ്പോൾ പോയിട്ട് ഒരു ATM പോയിട്ട് പൈസ ആക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഗൈസ് ക്ഷീണിച്ച് വയ്യ ഗൈസ്. അങ്ങനെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തിരിച്ചോടി. ഈ നായികളെ കൊണ്ട് വലിയ ശല്യം. അപ്പൊ 3:30 ശേഷമാണ് ഇത്. വെളിച്ചല്ലോ, വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മളെ കഴിക്കുന്നില്ല. ഓടി നായികല്ലേ വണ്ടി കണ്ടെന്നിരുന്നു. ഇതൊന്ന് പറയട്ടെ. 3:30 ശേഷമാണ് നമുക്ക് ബസ് ഇല്ല. 5 മണി 5:30 ആകും ബസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ലഗേജ് ഒക്കെ അവിടെ ക്ലോക്ക് റൂമിൽ വെച്ച് ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഹോട്ടലൊക്കെ തുറക്കാൻ 5:30 ആവും. അവരെവിടെയാണെങ്കിൽ സ്പെൻഡ് ചെയ്തിട്ട് ഫുഡും കഴിച്ചിട്ട് വേണം ഇനിയിപ്പോൾ വയനാട്ടിൽ കയറാൻ. നമ്മളെങ്ങോട്ടാ പോണ്? ഞമ്മ ആടെ എപ്പോഴേ പോയി കുത്തിരിക്കണല്ലേ? ബീച്ചിൽ പോയിട്ട് ആട്ട് പോകണം. എന്ത് ചെയ്യണം? പോയിട്ട് അവിടെ തുറന്നു അങ്ങനെ ഫുഡ് കഴിച്ചാൽ നമുക്ക് തിരിച്ചു പോയി. എനിക്ക് വേഗം പോകാം. നമുക്കൊരു 7 മണി ആകുമ്പോ ഇവിടെ എത്തണം. ഇവിടെയൊക്കെ തുറക്കും. ഹോട്ടൽ ഇതാണ് ഹോട്ടല്. എങ്ങോട്ടാണ് ഇടയിൽ ഹോട്ടലേക്കാ? അപ്പൊ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് വേണം ഗൈസ് അടുത്ത പരിപാടി നോക്കാൻ. എനിക്കാണെങ്കിൽ 7 മണിക്ക് അവിടെ പോയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് വയനാട്.
എന്താക്കിയ ആളെ കിടക്കാൻ സ്ഥലമുണ്ട്. ബാ. പള്ളി പള്ളി എക്സ്പ്ലോർ ചെയ്തിട്ട് മിസ്കാൽ പള്ളി ഉണ്ടല്ലോ. ഇല്ല. കാണാറില്ല, ഇരുട്ടാണ്. നോക്കിയോ കൊറേ വർഷം പഴക്കമുള്ള പള്ളിയാ. മിസ്കാൽ പള്ളി. ആണ് ഡെയിൽ ഹോട്ടലിന്റെ അടുത്തുള്ള മിസ്കാൽ പള്ളി. ആ ഇടയിലോട്ടൊക്കെ അതിന് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സ്ഥലം. എന്താ ഇതാണ് ഇവിടുത്തെ മെയിൻ. അത് കഴിഞ്ഞിട്ടല്ലേ ഊട്ടില്. മിസ്കാൽ പള്ളിന്റെ അടുത്താണ് ഗൈസ് ഡെയിൽ ഹോട്ടല്. ഓക്കെ, സാറ്റിസ്ഫൈഡ്. ഇതാണ് കുറ്റിച്ചിറക്കുളം. കുറ്റിച്ചിറക്കുളം. പക്ഷെ ഇപ്പോഴൊന്നും അവിടെ തുറന്നില്ല. 3:30 ആയിട്ടുള്ളൂ. 5:30 വരെ ഇവിടെ നിന്നിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞ ഇടങ്ങേറാണ്. എനിക്ക് വെയിറ്റൊന്നുമില്ല. ഓരോരോ നമ്മളിങ്ങാട്ടി നേരത്തെ വന്ന് നിൽക്കണ കുറെ ആൾക്കാരുണ്ട്. ചാമ്പ്യൻസ് ഹോട്ടലിൽ ഒരു 1/2 മണിക്കൂറും കൂടി കഴിയും. അവിടെ ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ചാമ്പ്യൻസ് ഹോട്ടലിൽ തുറന്നില്ല. ഞങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. തുറന്നപ്പോത്തിന് ഇവിടെ ആൾക്കാർ എത്തിക്കണ്. ഞങ്ങൾക്ക് പോയി കഴിച്ചു. വാ. അതെ അവസാനം ഹോട്ടൽ തുറത്തിയോ ബാലായി? ഹോട്ടൽ തുറപ്പിച്ച് നമ്മൾ ചായ പിടിക്കാൻ പോകാം. 4:40 സമയം. ഏത് പോട്ടെ? കോഴിക്കോട് എത്തിയാ? ആ ഒരു ഇവിടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പൊറാട്ട അറിയാം. ഒരേറെ കാലിക്കത്തിന് കിട്ടും. നമ്മള് പുറത്തൊക്കെ പോയി എന്നിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഇതേപോലെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്റെ നാട്ടിൽ ഏറ്റവും പോയി ചില്ലിയാണ്. വർക്ക് ചെയ്തെടുത്തോ ചിക്കൻ 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 ഇത് ബീഫ് വരട്ട് ചില്ലി പൊറാട്ട വരാണ്ട് അപ്പൊക്കെ ശാലയും പോയില്ല കടുക്കടിക്കാൻ. ആദ്യമോ ഞങ്ങൾ ജാസർ രാത്രി നിർത്തി വന്നിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞ അപ്പൊ ഇനി അടുത്ത കൊല്ലത്ത് പോകണം. നാളെ പറ്റുന്ന പറയുന്നത് കല്യാണമൊക്കെ ഉണ്ട്. പിന്നെ കാണുക.